ഹലോ ഗേസ്, PK രാംദാസ് എന്ന വൻമരം വീണു. ഇനി ആര്? ഈ സിനിമ ഡയലോഗ് കേൾക്കാത്തവർ ആരും കാണില്ല. ഇനിയും പല വൻമരങ്ങളും വീഴുവാനുണ്ട്. ഞാൻ റാം ചന്ദ്രബാബു. വിവാദം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പുതിയൊരു വിഷയമായി വീണ്ടും. ആരോപണങ്ങൾ എവിടെയുണ്ടോ അവിടെയുണ്ട് ഈ രാം ചന്ദ്രബാബു. വിവാദങ്ങൾ എവിടെയുണ്ടോ അവിടെയുണ്ട് ഈ വിവാദം ചാനൽ. വയനാട് നടന്ന ഉരുൾപൊട്ടൽ, അതിലെല്ലാം നഷ്ടപ്പെട്ടവരുടെ പുനരധിവാസം, അത് ഇപ്പോഴും വൈകുകയാണ്. കേരളത്തിലെ പ്രമുഖ മാധ്യമങ്ങൾ അതിൻ്റെ നിജസ്ഥിതി എഴുതുകയുണ്ടായി, ചോദ്യം ചെയ്യുകയുണ്ടായി. ഇത് ഉദ്യോഗസ്ഥരുടെ അനാസ്ഥയല്ലേ? സർക്കാരിൻ്റെ അനാസ്ഥയല്ലേ? നമ്മൾ ഇതിനൊക്കെ ആരെയാണ് പഴിചാരേണ്ടത്? നമ്മൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചവർ. നമുക്കൊരാവശ്യം വരുമ്പോൾ സഹായിച്ചില്ലെങ്കിൽ പിന്നെ? എനിക്കൊന്നേ പറയാനുള്ളൂ, ദുരന്തം നടന്നിട്ട് 5 മാസമായി. സർക്കാരിന് ഇതുവരെയും ഒരാളെപ്പോലും പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്തുകൊണ്ടാണത്? സർക്കാരിൻ്റെ അനാസ്ഥ. ഇതൊക്കെ എൻ്റെ അഭിപ്രായം മാത്രമാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വരട്ടെ. നമുക്ക് പബ്ലിക്കിനോട് ചോദിക്കാം. പോലെ എൻ്റെ ഒരു ചോദ്യത്തിന് ഉത്തരം പറഞ്ഞിട്ട് പോ. പ്രാങ്ക് അല്ലേ? ഞങ്ങളില്ല നാണംകട. ഓ പിന്നെ ക്യാമറ ഓണാക്കി വെച്ചിട്ടല്ലേ പ്രാങ്ക്. അല്ലാതെ പിന്നെ എന്ത്? വയനാട്ടിലെ ദുരന്തബാധിതരുടെ പുനരധിവാസത്തെ പറ്റി നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഇതിന് മറുപടി പറഞ്ഞിട്ട് വേണം ട്രോളർമാർ നമുക്കിട്ട് ട്രോളാൻ. ഇക്കാര്യത്തിൽ നിങ്ങൾ ഇന്നൊരു അഭിപ്രായം പറയാതെ പിൻവാങ്ങിയാൽ എന്നത്തെയും പോലെ ഈ ദിവസവും കടന്നുപോകും. പക്ഷേ നിങ്ങളുടെ ഒരു യെസ്. ഈ ഡയലോഗ് ഞാൻ ഏതോ സിനിമയില്. ക്യാമറ റോളിംഗ് ആണ്. നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തൂ. വയനാട് ദുരന്തം നടന്നിട്ട് 5 മാസം കഴിഞ്ഞു. ഇതുവരെ ആരെയും പുനരധിവസിപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല. വീട് നഷ്ടപ്പെട്ടവർക്കായി സ്ഥലം വാങ്ങണം, അത് അവരുടെ പേര് രജിസ്റ്റർ ചെയ്യണം, അവിടെ അവർക്ക് വീട് വെച്ച് നൽകണം. അത്രയല്ലേ ഉള്ളൂ. അതിനെന്താണ് ഇത്ര കാലതാമസം? ഇതിനെന്തായാലും ട്രോൾ വരും. അവള് പറഞ്ഞതിൽ കാര്യമില്ലേ? നിയമം ഉണ്ടാക്കാനും അത് നടത്തിക്കാനും ഭേദഗതി ചെയ്യാനും ഒക്കെ അധികാരമുള്ള സർക്കാരിന് ഇക്കാര്യം നടത്താൻ എന്താണ് ഇത്ര ബുദ്ധിമുട്ട്? സുഹൃത്തുക്കളെ, ഇക്കാര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള അനാസ്ഥ തന്നെയാണെന്നാണ് ഈ കുട്ടികളുടെയും അഭിപ്രായം. ഇക്കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻ്റായി രേഖപ്പെടുത്തൂ. ഇനി നമുക്ക് അടുത്ത ആളിൻ്റെ അഭിപ്രായം കൂടി തേടാം. അഭിപ്രായങ്ങൾ നേരിട്ട് തന്നെ രേഖപ്പെടുത്തുന്നതല്ലേ നല്ലത്? ആഹാ, നിങ്ങൾ മിമിക്രിയൊക്കെ കാണിക്കൂ. സുഹൃത്തെ, ഞാനാണ് സംസാരിച്ചത്. ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞു. ഒരാളിൻ്റെ അഭിപ്രായം മാത്രം കേട്ട് തീരുമാനമെടുക്കുന്നത് ശരിയല്ലല്ലോ. മുറിവൈദ്യന് ആളെ കൊല്ലുമെന്നല്ലേ? എന്നാൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായം പറയൂ, കേൾക്കട്ടെ. വയനാടിൻ്റെ കാര്യത്തിൽ ഭൂരിഭാഗം കാര്യങ്ങളും റവന്യൂ വകുപ്പിൻ്റെ കീഴിലുള്ളതാണ്. പ്രത്യേകിച്ച് പുനരധിവാസം അതാരും വേണമെന്ന് വെച്ച് വൈകിപ്പിച്ചിട്ടില്ല. ആരും ഒരു ഉപേക്ഷയും കാണിച്ചിട്ടുമില്ല. ഭൂമി ഏറ്റെടുക്കുന്ന കാര്യത്തിൽ ചില നിയമ തടസ്സങ്ങൾ കാരണമാണ് അതല്പം വൈകിയത്. പിന്നെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തിന് കൊടുക്കാമെന്ന് പറഞ്ഞ ഒരു തുകയും ഇതുവരെ നൽകിയിട്ടില്ല. എന്നിരുന്നാൽ പോലും സർക്കാർ അവർക്കാവശ്യമായ എല്ലാ സഹായവും ചെയ്യുന്നുണ്ട്. എൻ്റെ ചാനൽ ഇന്ന് ഇയാൾ കത്തിക്കുമെന്നാണ് തോന്നുന്നത്. എന്താ, ശരിയല്ലേ? ഇതൊക്കെ ഒരു സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ്. അത് ചെയ്തിരിക്കണം. അതിൽ പ്രത്യേകിച്ച് അതിശയമൊന്നുമില്ല. അതെ, വയനാട് ദുരന്തം ഉണ്ടായപ്പോൾ മുതൽ തന്നെ സർക്കാർ അവർക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു. ദുരന്തത്തിനിരയായവർക്കായി താൽക്കാലിക പുനരധിവാസം നടപ്പിലാക്കി. അതിൻ്റെ വാടക മുടങ്ങാതെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ജീവനോപാധികൾ നഷ്ടപ്പെട്ടവർക്ക് ദിനംപ്രതി 300 രൂപ വീതം സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് ശരിയായിരിക്കാം, പക്ഷെ ഇതുവരെ ആരെയും സ്ഥിരമായി മാറ്റി പാർപ്പിക്കാൻ കഴിഞ്ഞില്ലല്ലോ. സാധാരണയായി ഒരു ദുരന്തമുണ്ടായാൽ സർക്കാർ പണം കൊടുക്കുകയാണ് പതിവ്. പക്ഷേ ഈ അവസരത്തിൽ സർക്കാർ ടൗൺഷിപ്പ് എന്നൊരാശയമാണ് മുന്നോട്ട് വെച്ചത്. സ്കൂളുകൾ, അംഗനവാടികൾ, ഹോസ്പിറ്റൽ, ഗ്രൗണ്ട് തുടങ്ങിയവയൊക്കെ ഉൾപ്പെടുന്ന ഒരു ആശയം. ഇത്തരത്തിലൊരാശയം ഉരുത്തിരിഞ്ഞു വരാൻ തന്നെ കാരണം നമ്മുടെ ജനപ്രതിനിധികളും ബന്ധപ്പെട്ട അധികൃതരും ദുരിതബാധിതരെ നേരിൽ കണ്ട് അവരുടെ ആവശ്യങ്ങളും അഭിപ്രായങ്ങളും ചോദിച്ചറിഞ്ഞിട്ടാണ്. അതിൽ ഭൂരിഭാഗം പേർക്കും അവർക്ക് ഒരുമിച്ച് ജീവിക്കുന്നതാണ് ഇഷ്ടം. മാത്രമല്ല, അവർക്ക് നഷ്ടപ്പെട്ടു പോയ നാടിൻ്റെ സമീപത്ത് തന്നെ വേണമെന്നുമുള്ളതാണ് അവരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. ഇക്കാര്യങ്ങളെല്ലാം പരിഗണിച്ചിട്ടാണ് നമ്മുടെ സർക്കാർ ടൗൺഷിപ്പ് എന്ന് പറഞ്ഞ ഒരു ആശയത്തിലേക്ക് എത്തിച്ചേർന്നത്. അതിനാവശ്യമായ ഭൂമി ഏറ്റെടുക്കൽ നടപടി ആരംഭിച്ചപ്പോൾ ഭൂവുടമസ്ഥർ കോടതിയെ സമീപിച്ചു. അവർക്ക് അർഹമായ പണം കിട്ടുമോ, അതിനൊത്തിരി കാലതാമസം ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാവാം. കോടതി വിധിക്കായി നമ്മുടെ സർക്കാർ കാത്തിരിക്കുകയായിരുന്നു. ഇപ്പോൾ കോടതി വിധി വന്നു. പുനരധിവാസത്തിന് ഭൂമി നൽകുന്നവർക്ക് നഷ്ടപരിഹാരം നൽകാൻ കോടതി നിർദ്ദേശിച്ചു. അതിന് സർക്കാർ തയ്യാറുമാണ്. അതെ, അതാണ് ഞങ്ങൾ ഇപ്പറഞ്ഞതാണ് യാഥാർത്ഥ്യം, അല്ലാതെ അത് സർക്കാരിൻ്റെ അനാസ്ഥയല്ല കേട്ടോ. ഇങ്ങനെ ഒരു കോടതി വ്യവഹാരം ഉള്ള കാര്യം എനിക്കറിയില്ലായിരുന്നു. ഞങ്ങൾക്കും അറിയില്ലായിരുന്നു. അതാണ് ഞങ്ങൾ അങ്ങനെ പ്രതികരിച്ചത്.
അതുമാത്രമല്ല, താങ്കളെ പോലുള്ളവർ ചെയ്യുന്ന ഇത്തരത്തിലുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ ശരിക്കും പറഞ്ഞാൽ ഇതേപോലുള്ള ദുരന്തങ്ങളിൽ അകപ്പെട്ട സാധു മനുഷ്യരോടുള്ള ഒരു ക്രൂരതയാണെന്നുള്ള കാര്യം നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? ദുരന്തം നടന്ന നിമിഷം മുതൽ ചൂരൽമലയിലെയും വെള്ളരിമലയിലെയും അട്ടമലയിലെയും ദുരന്തബാധിതരെ നെഞ്ചോട് ചേർത്ത ഒരു ജനതയാണ് നിങ്ങളുടെ തെറ്റായ പ്രചരണങ്ങളിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നത്. ഒരു നിമിഷം ഞങ്ങളും ഇതൊക്കെ സത്യമാണെന്ന് വിശ്വസിച്ചു പോയി. ഞങ്ങളൊക്കെ ഹൃദയം തകർന്ന് കണ്ട കാഴ്ചകൾ നിങ്ങൾക്ക് വെറും വാർത്തകളായിരിക്കും, പക്ഷേ ഇരയായ പാവം മനുഷ്യർക്ക് ഒരിക്കലും മായാത്ത മുറിവുകളാണ്. എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അതെനിക്ക് മനസ്സിലായി. അപ്പോൾ ഈ പ്രവർത്തനങ്ങളിൽ നമ്മൾ സർക്കാരിനെ സഹായിക്കുകയല്ലേ ചെയ്യേണ്ടത്? അതല്ലേ ദുരിതബാധിതരായ നമ്മുടെ സഹോദരങ്ങളോട് നമുക്ക് ചെയ്യാനാകുന്നത്? സത്യത്തിൽ കേരളീയരായ നമുക്കൊരു പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എത്ര വലിയ ദുരന്തം ഉണ്ടായാലും എത്ര വലിയ നന്മ ചെയ്താലും അതെല്ലാം ഒരു കൂട്ടം ആളുകളുടെ തെറ്റിദ്ധാരണാജനകമായ സെൻസേഷണൽ വാർത്താ പ്രചരണങ്ങൾക്കിടയിൽ മറന്നു പോകുന്ന ഒരു രീതി അല്ലേ? വിവാദങ്ങൾ സൃഷ്ടിക്കാൻ നടക്കുന്നതിനിടയ്ക്ക് തിരുസമയം വസ്തുതകൾ തിരിച്ചറിയുന്നതിന് ചിലവാക്കുന്നത് നല്ലതാണ്. ദുരന്തബാധിതർക്ക് ഓരോരുത്തർക്കും അർഹതപ്പെട്ട പരിഗണന ലഭിക്കും. എല്ലാവരെയും സർക്കാർ പുനരധിവസിപ്പിക്കുക തന്നെ ചെയ്യും അല്ലേ? അതെ. ഏതൊരു കാര്യത്തെപ്പറ്റിയും പൂർണ്ണമായും മനസ്സിലാക്കാതെ ഇത്തരത്തിലുള്ള കുപ്രചരണങ്ങൾ നടത്തുന്നത് ശരിയല്ല. നിങ്ങളെപ്പോലുള്ള യുവാക്കളാണ് നാളെയുടെ വാഗ്ദാനങ്ങൾ. നല്ല കാര്യങ്ങൾ ചെയ്യൂ, നല്ല കാര്യങ്ങൾ പ്രചരിപ്പിക്കൂ. മനസ്സിലായി മാഡം. എനിക്ക് അടുത്ത എപ്പിസോഡിൽ ചെയ്യാൻ നല്ല ഒരു വിഷയം. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം 1,80,000 പട്ടയങ്ങളാണ് വിതരണം ചെയ്തത്. ആഹാ, അത് മതി. അടുത്ത എപ്പിസോഡ് ഞാൻ കത്തിക്കും. അങ്ങനെ വിവാദം ചാനലിന്റെ ഇന്നത്തെ എപ്പിസോഡ്. ഹലോ സുഹൃത്തെ, ചാനലിന്റെ പേര് മാറ്റാറായി. എങ്കിൽ യാഥാർത്ഥ്യം ചാനലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. ഇന്ന് എൻ്റെ കൂടെ സംവദിച്ചത് സോയ, നസീമ, അശ്വതി, പിന്നെ സഹായം ഉണ്ണി. പുതിയൊരു വിഷയവുമായി വീണ്ടും കാണും വരെ ബൈ.